നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബോണസ് ഇഷ്യൂ പറഞ്ഞിരുന്നു. അതിൻ്റെ ബാലൻസ് ആണിത് റൈറ്റ് ഇഷ്യൂ എന്ന് പറയാം. റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റാണ്, അധികാരമാണ്. അതായത് ഒരു കമ്പനി അതിൻ്റെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഫർദർ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഹോൾഡിംഗ് അനുസരിച്ച് കിട്ടാനുള്ള അധികാരത്തെ പറയുന്ന പേരാണിത് റൈറ്റ് ഇഷ്യൂ എന്ന് പറയാം. ബോണസ് ഇഷ്യൂ എക്സ്ട്രാ അൺഡിവൈഡഡ് പ്രോഫിറ്റ് കൂടി വരുമ്പോൾ അതിനെ ക്യാപിറ്റലാക്കി മാറ്റാൻ വേണ്ടി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ് ബോണസ് ഇഷ്യൂ എന്ന് പറയാം. റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു കമ്പനി, ഒരു നിലവിലുള്ള കമ്പനി വീണ്ടും ഷെയർ ക്യാപിറ്റലിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാനുള്ള അധികാരത്തെ പറയുന്ന റൈറ്റ് ഇഷ്യൂ എന്ന് പറയാം. According to Section 62 subsection 1 of the Companies Act 2013, when the company wants to increase the subscribed capital, കമ്പനി അതിൻ്റെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ ബൈ ഇഷ്യൂ ഓഫ് ഫർദർ ഷെയർസ്, വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് കൂട്ടാൻ ഉദ്ദേശിച്ചാൽ സച്ച് ഷെയർസ് മസ്റ്റ് ബി ഇഷ്യൂഡ് ഫസ്റ്റ് ഓഫ് ഓൾ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ഓഫ് ദെയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ എന്നാണ്. അതായത് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ നിലവിലുള്ള ഷെയറിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് കിട്ടാനുള്ള അധികാരമുണ്ട്. ദീസ് ഷെയർസ് ആർ കോൾഡ് റൈറ്റ് ഷെയർസ് എന്നാണ്. അടുത്ത് നോക്കുക, ആൻ ഇഷ്യൂ ഓഫ് ഷെയർസ് ഇൻ വിച്ച് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് എ പ്രീ എംപ്റ്റീവ് റൈറ്റ് എന്നാണ്. അവർക്കത് എന്താ പറയുക, കിട്ടാനുള്ള അധികാരമുണ്ട്. പ്രീ എംപ്റ്റീവ് റൈറ്റ് ടു സബ്സ്ക്രൈബ് ഫോർ ദി ന്യൂ ഷെയർസ് ഈസ് കോൾഡ് റൈറ്റ് ഇഷ്യൂ എന്നാണ് പറയാം. അപ്പോൾ ഇനി അടുത്ത് നോക്കുക, അതിൻ്റെ ലീഗൽ പ്രൊവിഷൻ ഉണ്ട്. ഒന്ന്, ദി ഓഫർ ഷാൽ ബി മെയ്ഡ് ബൈ ദി നോട്ടീസ് സ്പെസിഫൈയിങ് ദി നമ്പർ ഓഫ് ഷെയർസ് ഓഫേർഡ് എന്നാണ്. എത്ര ഷെയറാണ് ഈ റൈറ്റ് ഇഷ്യൂ ആയിട്ട് ഓഫർ ചെയ്യുന്നതെന്ന് കാണിച്ചുകൊണ്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ടാവണം. രണ്ട്, ഇഫ് ദി ഓഫർ ഈസ് നോട്ട് ആക്സെപ്റ്റഡ് വിത്തിൻ പീരീഡ് സ്പെസിഫൈഡ്, ഇതിനകത്ത് പറയുന്നൊരു പീരീഡിനകത്ത്, ഇപ്പോൾ 30 ദിവസം പറഞ്ഞു, 30 ദിവസത്തിനകത്ത് അവരെ ഓഫർ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദെൻ ഇറ്റ് ഷാൽ ബി ഡീംഡ് ടു ഹാവ് ബീൻ ഡീക്ലെയിൻഡ്, അവർക്കിത് വേണ്ട എന്ന് കണക്കാക്കാവുന്നതാണ്. മൂന്നാമത്തത്, ദി എബോവ് ഓഫർ ഷാൽ ബി ഇൻക്ലൂഡ് എ റൈറ്റ് ടു റിനൗൺസ് ദി ഷെയർസ് ഇൻ ഫേവർ ഓഫ് എനി അതർ പേഴ്സൺ എന്നാണ്. അതായത് ഒരു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് ഈ ഷെയർ വേണ്ട എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ആളുടെ പേരിൽ ഇത് മാറ്റി കൊടുക്കാനുള്ള അധികാരം കൂടി ഇതിനുണ്ട്. നാലാമത്തത്, ഓഫർ ദി ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് ദ ടൈം സ്പെസിഫൈഡ് ഇൻ ദി നോട്ടീസ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മേ ഡിസ്പോസ് ഓഫ് ദം ഇൻ സച്ച് മാനർ വിച്ച് അഡ്വാൻറ്റേജസ് ടു ദി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദി കമ്പനി എന്നാണ്. അതായത് അവർ ആ സമയത്തിനകത്തും അവരത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് കമ്പനിയുടെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും എന്താ പറയുക അഡ്വാൻറ്റേജ് അനുസരിച്ച് അവർക്കത് ചെയ്യാവുന്നതാണെന്ന് അർത്ഥം. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് റൈറ്റ് ഇഷ്യൂ ആണ്. അതിന് അഡ്വാൻറ്റേജ് ടു ദി കമ്പനി ഉണ്ട്, അഡ്വാൻറ്റേജ് ടു ദി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. കമ്പനിക്കുള്ളത് ഇഷ്യൂ കോസ്റ്റ് ആർ ലോവർ എന്നാണ്. ഇവിടെ എന്തില്ല, ശരിക്ക് ഒരു സാധാരണ ഒരു പബ്ലിക് ഓഫർ കൊടുക്കുന്നത് പോലെ ഇഷ്യൂ കോസ്റ്റ് ചെറുതായിരിക്കും. ഇഷ്യൂ ഈസ് മെയ്ഡ് അറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഡയറക്ടേഴ്സ് എന്നാണ്. ഡയറക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. മൂന്നാമത്തത്, ഇറ്റ് ഇംപ്രൂവ്സ് ദി ഇമേജ് ഓഫ് ദി കമ്പനി, കമ്പനിയുടെ ഇമേജ് വർദ്ധിപ്പിക്കും. നാലാമത്തത്, റേസിംഗ് ക്യാപിറ്റൽ ഈസ് മോർ സർട്ടൺ ദാൻ പബ്ലിക് ഇഷ്യൂ. അതൊക്കെ ഇവിടെ ഇത് സേർട്ടൺ ആയിരിക്കും. അതായത് ഇവർ എടുക്കുന്നുള്ളത് ഉറപ്പാണെന്നുണ്ട് വന്നാൽ പബ്ലിക് ഓഫർ പോലെ എന്ത് വരില്ല, ഓവർ സബ്സ്ക്രിപ്ഷനോ അണ്ടർ സബ്സ്ക്രിപ്ഷനോ ഒന്നും വരാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് ഇത് ഉറപ്പായിട്ട് എടുക്കുക എന്ന് പറയാൻ പറ്റും. അടുത്തത്, അഡ്വാൻറ്റേജസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഒന്ന്, ഗെറ്റ് ദി ഷെയർസ് അറ്റ് ലോവർ പ്രൈസ്, സാധാരണ അതായത് മാർക്കറ്റിൽ ലഭ്യമായ പ്രൈസിനേക്കാൾ കുറവിൽ ഷെയർ കിട്ടാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തത്, ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിസർവിങ് ദ കൺട്രോൾ ഓഫ് ദി കമ്പനി ഇൻ ദ ഹാൻഡ്സ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എന്നാണ്. അതായത് ഇപ്പോൾ ഈ ഷെയർ ഇവർ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഷെയർ പുറത്തേക്ക് പോകുമല്ലോ. അങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്ത് അവർക്ക് കൂടി ഇതിൽ അധികാരം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരുടെ അധികാരം അത് കുറയല്ലേ ചെയ്യുക. അപ്പോൾ അത് ഒഴിവാക്കാൻ ഈ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ തന്നെ കമ്പനിയുടെ മുഴുവൻ അധികാരവും നിലനിർത്താൻ ഇതുവരെ സഹായിക്കുന്നതാണ് പറയാം. ഇതിൻ്റെ അടുത്തൊരു ടോപ്പിക്കാണ് വാല്യൂ ഓഫ് റൈറ്റ്. ഇതിൽ കണ്ടെത്താനുള്ള ചെറിയൊരു പ്രോബ്ലം മാത്രമാണത് വാല്യൂ ഓഫ് റൈറ്റ്. റൈറ്റ് ഇഷ്യൂവിൻ്റെ വാല്യൂ എങ്ങനെ ഡിസൈഡ് ചെയ്യുക എന്നാണ്. നോക്കൂ, യൂഷ്വലി എ കമ്പനി ഓഫേഴ്സ് റൈറ്റ് ഇഷ്യൂ അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് ലോവർ ദാൻ ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർസ്. നേരത്തെ പറഞ്ഞല്ലോ, അവിടെ മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതിനേക്കാൾ ചെറിയ വിലക്കാണ് സാധാരണ ഇഷ്യൂ ചെയ്യാറ്. ദിസ് ലീഗൽ റൈറ്റ് ഈസ് അഡ്വാൻറ്റേജസ് ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എസ്പെഷ്യലി വെൻ ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ് ഈസ് ഹയർ ദാൻ ഇഷ്യൂ പ്രൈസ് എന്നാണ്. അതായത് ഇത് ഷെയർ ഹോൾഡേഴ്സിന് ഇത് ബെനിഫിറ്റാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്നുള്ളത് ഇഷ്യൂ പ്രൈസിനേക്കാൾ കൂടിയ സമയത്തൊക്കെ അവർക്ക് ഇത് എടുക്കാനുള്ള ഏറ്റവും നല്ലതാണ്. സോ മണി വാല്യൂ ഓഫ് സച്ച് അഡ്വാൻറ്റേജസ് ഈസ് കോൾഡ് ദി വാല്യൂ ഓഫ് റൈറ്റ് എന്നാണ്. ഈ ഒരു അഡ്വാൻറ്റേജസിൻ്റെ മണി വാല്യൂവിനെ പറയുന്ന പേരാണിത് വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറയാം. ഇത് കണ്ടെത്താനുള്ളത്, വാല്യൂ ഓഫ് റൈറ്റ് ഈസ് എ ഗെയിൻ ആൻ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ മേക്സ് വൈൽ എക്സസൈസിങ് ഹിസ് റൈറ്റ്. ഈ റൈറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു നിലവിലുള്ള ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന ഗെയിനിനെ പറയുന്ന പേരാണിത് വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറയാം. അതിൻ്റെ കാൽക്കുലേഷൻ എന്നുള്ള 3 സ്റ്റെപ്പായിട്ട് ചെയ്യുക. സ്റ്റെപ്പ് 1, കാൽക്കുലേഷൻ ഓഫ് ദി ടോട്ടൽ പ്രൈസ് ഓഫ് ഓൾ ദി ഷെയർസ് എന്നാണ്. ഈ റൈറ്റ് ഷെയറും അതിന് മുമ്പ് ഇഷ്യൂ ചെയ്ത ഷെയറും ഉൾപ്പെടെ
മൊത്തത്തിലുള്ള ഷെയറിൻ്റെ എന്ത് കണ്ടെത്തുക, ടോട്ടൽ പ്രൈസ് കണ്ടെത്തുക. അതെങ്ങനെയാണ് ചെയ്യുക? മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി എക്സിസ്റ്റിംഗ് ഷെയർസ് ആഡ് ഇഷ്യൂ പ്രൈസ് ഓഫ് പ്രൊപ്പോർഷനേറ്റ് റൈറ്റ് ഇഷ്യൂ. അത് നിലവിലുള്ള ഷെയറിൻ്റെ വില പ്ലസ് റൈറ്റ് ഇഷ്യൂവിൻ്റെ പ്രൈസ് നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ പ്രൈസ് കിട്ടും. സ്റ്റെപ്പ് നമ്പർ 2, കാൽക്കുലേറ്റ് ദി ആവറേജ് പ്രൈസ് ഓഫ് ഷെയർസ് എന്നാണ്. അതിൻ്റെ ഇക്വേഷനാണ് ആവറേജ് പ്രൈസ് ഇസിക്കൽ ടോട്ടൽ പ്രൈസ്. ഈ കണ്ടെത്തിയ ടോട്ടൽ പ്രൈസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് പ്ലസ് നമ്പർ ഓഫ് റൈറ്റ് ഷെയർ രണ്ടും കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? ടോട്ടൽ പ്രൈസിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആവറേജ് കിട്ടും. സ്റ്റെപ്പ് നമ്പർ 3, ഡിറ്റർമിൻ ദി വാല്യൂ ഓഫ് റൈറ്റ്. പിന്നെ വാല്യൂ ഓഫ് റൈറ്റ് കണ്ടെത്തുക. വാല്യൂ ഓഫ് റൈറ്റ് ഇസിക്കൽ ടു മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർസ് മൈനസ് ആവറേജ് പ്രൈസ് ഓഫ് ഷെയർ. നേരത്തെ കണ്ടെത്തിയ ആവറേജ് പ്രൈസിനെ എന്തിൽ നിന്ന് മൈനസ് ചെയ്യുക? മാർക്കറ്റ് പ്രൈസ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് നിന്ന് മൈനസ് ചെയ്യുക. ഞാൻ കാൽക്കുലേഷൻ ഓഫ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിന് എത്ര പെർസെൻറ്റേജ് വർദ്ധിച്ചു എന്ന് കണ്ടെത്താൻ ഇൻക്രീസ് ഇൻ ഷെയർ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ഇസിക്കൽ ടു ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ റൈറ്റ് ഇഷ്യൂ ഡിവൈഡഡ് ബൈ ഷെയർ ക്യാപിറ്റൽ ബിഫോർ റൈറ്റ് ഇഷ്യൂ ഇൻറ്റു 100. നമ്മൾ ഈ റൈറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം എത്ര വർദ്ധിച്ചു അതിന് ഡിവൈഡഡ് ബൈ ഷെയർ ക്യാപിറ്റൽ ബിഫോർ റൈറ്റ് ഇഷ്യൂ ഇൻറ്റു 100 നമ്മൾ എന്ത് കിട്ടും? പെർസെൻറ്റേജ് ചേഞ്ചസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ കിട്ടും. ഓക്കെ.